പോസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ വീരയിലൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനത്തെ സിനിമകൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓഡിയൻസ്. അപ്പം അങ്ങനെ വന്ന് പാർവതി ഞെട്ടിച്ചു. അപ്പോൾ ഈ സിനിമയിൽ പാർവതി എന്തെങ്കിലും ഞെട്ടിക്കും? ആദ്യമൊക്കെ പറഞ്ഞോളൂ വൺ വുമൻ ഷോ. ഞാനിപ്പോൾ കണ്ട തിയേറ്ററിൽ വലിയ ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐ നോട്ട് ഓവർ ഇറ്റ്. ഞാനിപ്പോഴും അതിൻ്റെ ഞാനിതിൽ അഭിനയിച്ച ആളാണ്. എന്നിട്ടും അതിൻ്റെ അതിൽ നിന്ന് ഞാൻ പുറത്ത് വന്നിട്ടില്ല. സോ പ്ലീസ് വാച്ച് ദ ഫിലിം. വി മിസ്ഡ് ഉർവശി ചേച്ചി ഫോർ എ ലോങ് ടൈം. ഇപ്പോൾ മലയാള സിനിമയിൽ കുറേ നാളത്തേക്ക് പറയാണ്. എനിക്കത് അയക്കണ്ട സാർ. നിങ്ങളിപ്പോൾ ഈ സിനിമ ആണ്, എനിക്കറിയാം എന്താ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെല്ലാം. വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കോൺവെർസേഷൻസ് ഡയലോഗ്സ് നമ്മളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ല ഉറപ്പുണ്ട് എനിക്ക്. അതുകൊണ്ട് എന്തായാലും ഉള്ളൊഴുക്കിന് ഒരു ചാൻസ് കൊടുക്കണം. അവാർഡ് വേണ്ട, എനിക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും മാത്രം മതി. ക്രിസ്റ്റോൻ്റെ ആദ്യത്തെ സിനിമയാണ്, പക്ഷെ അങ്ങനെ തോന്നില്ല നമുക്ക്. അതായത് ഫീച്ചർ ഫിലിം ഇപ്പോൾ ആദ്യത്തെയാണ്. ആൻഡ് ഉള്ളറിഞ്ഞ് ഒരു ഉള്ളൊഴുക്കാണ് തന്നിരിക്കുന്നത് ക്രിസ്റ്റോസ്. പാർവതി സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരു ബെഞ്ച് മാർക്ക് ഇടുന്നുള്ളത് ഓഡിയൻസിനെ ചർച്ച ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ ഈ ഇതിനകത്ത് അങ്ങനെ നമുക്ക് ഉർവശി ചേച്ചി നമുക്ക് ബെഞ്ച് മാർക്ക് തന്നിട്ടുള്ളത്. ഷീസ് ദ ടോപ്പ് മോസ്റ്റ്. സോ അതെന്തായാലും പ്രതീക്ഷിക്കാം. ഒരു നിമിഷം പോലും എനിക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണ് മാറ്റാൻ പറ്റാതിരുന്നത് ചേച്ചിയുടെയും ഈ കഥയുടെയും ഉള്ള കാര്യമാണ്. സോ പ്ലീസ് വാച്ച് ദ ഫിലിം. താങ്ക്സ്. I wanted to see Christo again.